ഹലോ എവരിവൺ, IVF ചെയ്യുന്നതിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. കണ്ടൻസ് എല്ലാം ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ യഥാസമയം കിട്ടണമെങ്കിൽ ബെൽ ബട്ടൺ ഓൺ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. ഇനി ഞാൻ സംസാരിക്കുന്നത് ലുബ്രിക്കൻസ് ഉപയോഗിക്കുന്നതിനെ പറ്റിയാണ്. ഫിസിക്കൽ കോൺടാക്ട് ചെയ്യുമ്പോൾ ലുബ്രിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചില ആളുകൾ വെളിച്ചെണ്ണ, വാസ്ലിൻ തുടങ്ങി ഉപയോഗിക്കാറുണ്ട്. ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ദോഷവശങ്ങളുണ്ടോ, പ്രഗ്നൻസി ആവുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ സംസാരിക്കുന്നത്. ആദ്യമേ തന്നെ പറഞ്ഞുകൊള്ളട്ടെ, നമ്മുടെ ശരീരത്തിൽ, സ്ത്രീ ശരീരത്തിൽ സ്വമേധയാ തന്നെയുള്ള മ്യൂക്കസ് ഉണ്ട്, സെർവിക്കൽ മ്യൂക്കസ് ഉണ്ട്. അത് വജൈനയിൽ ചില സമയത്ത് ഡിസ്ചാർജ് ആയിട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ഈ സെർവിക്കൽ മ്യൂക്കസ് മൂലമാണ് സ്പേംസിന്റെ സഞ്ചാരം എളുപ്പമാക്കുന്നതും എഗ്ഗിന്റെ അടുത്ത് പെട്ടെന്ന് എത്തുന്നതിനായിട്ട് ഹെൽപ്ഫുൾ ആക്കുന്നതിനും നമ്മുടെ വജൈനയുടെ ആരോഗ്യത്തിനും എല്ലാത്തിനും ഇത് നല്ലതാണ്. എന്നാൽ ഫിസിക്കൽ കോൺടാക്ട് ചെയ്യുമ്പോൾ ചിലർക്കെങ്കിലും വജൈനൽ ഡ്രൈനസ് അനുഭവപ്പെടാറുണ്ട്. ഇതുമൂലം നീറ്റലും പുകച്ചിലും വേദനയും മൃദുവായ ചർമ്മങ്ങൾ ചിലപ്പോൾ പൊട്ടലോ മറ്റോ അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി ചിലരെങ്കിലും ലുബ്രിക്കൻസിന് തേടി പോകാറുണ്ട്. അപ്പോൾ ഈ ലുബ്രിക്കൻസ് അന്വേഷിക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യമേ തന്നെ സ്വമേധയാ നമ്മുടെ ശരീരത്തിൽ ഈ മ്യൂക്കസ് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഫിസിക്കൽ കോൺടാക്ട് ചെയ്യുന്നതിന് മുമ്പ് അരമണിക്കൂർ മുമ്പെങ്കിലും ഒരു ഫോർപ്ലേ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ചും സ്ത്രീകളാണെങ്കിൽ വളരെ പതുക്കെ മാത്രമേ ഉത്തേജനം ലഭിക്കുകയുള്ളൂ. അപ്പോൾ അവരെ അതിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മുടെ പുരുഷന്മാർ പെട്ടെന്ന് ശ്രദ്ധിക്കുക. ഒരു അരമണിക്കൂറെങ്കിലും ഫോർപ്ലേ ചെയ്യുക. അത് കഴിയുമ്പോഴേക്കും നമ്മുടെ സ്ത്രീ ശരീരത്തിൽ സ്വമേധയാ ഈ മ്യൂക്കസ് ഉൽപ്പാദിപ്പിക്കുകയും വജൈനിൽ ഒരു സെർവിക്കൽ മ്യൂക്കസ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ഒരു ഡ്രൈനസ് മാറി ഒരു വഴുവഴുപ്പ് ഉണ്ടാവുകയും ചെയ്യും. ഈ വഴുവഴുപ്പ് ഉണ്ടാകുന്ന മൂലം നമുക്ക് ഫിസിക്കൽ കോൺടാക്ട് കുറച്ചും കൂടെ എളുപ്പമാക്കുകയും, അതായത് നമുക്ക് കുറച്ചും കൂടെ ആസ്വാദികരമാക്കും, അല്ലെങ്കിൽ പെയിൻഫുൾ ആയിരിക്കും. അപ്പോൾ പിന്നെ മാത്രമല്ല, പ്രഗ്നൻസി ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ സ്പേംസിന് നമ്മുടെ എഗ്ഗിൻ്റെ അടുത്ത് എത്തുന്നതിന് പെട്ടെന്ന് ഹെൽപ്ഫുൾ ആക്കിയതിന്, സ്പേം മൂവ്മെൻറ്റ് ഹെൽപ്ഫുൾ ആക്കുന്നതിനുമൊക്കെ ഈ സെർവിക്കൽ മ്യൂക്കസ് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ ഫോർപ്ലേ ഒക്കെ ചെയ്യുക. പിന്നെ ആവശ്യത്തിന് വെള്ളം കുടിക്കുക. ശരീരത്തിൽ ഒരുപാട് ഡ്രൈ ആയിട്ടിരുന്നാലും സെർവിക്കൽ മ്യൂക്കസ് ഉണ്ടാവില്ല. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. എന്നാൽ ഈ ലുബ്രിക്കൻസ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ദോഷവശങ്ങൾ പറയാം. ഒന്നാമതായിട്ട് വാസ്ലിൻ ഉപയോഗിക്കുമ്പോഴത്തേക്കും, വാസ്ലിൻ എന്ന് പറയുന്നത് നമ്മുടെ ചുണ്ടൊക്കെ പൊട്ടുമ്പോഴത്തേക്കും, വരണ്ട് പൊട്ടുമ്പോഴത്തേക്കും അവിടുത്തെ ഡ്രൈനസ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് ചുണ്ടിലൊക്കെ പുരട്ടുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മിക്ക ആളുകളും നമ്മൾ വജൈനലായിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ വജൈനലായിട്ട് ഉപയോഗിക്കുമ്പോഴത്തേക്കും ഇതൊരു ഒരു മെഴുക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് വെള്ളം ഒഴിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ തന്നെയും ഈ വാസ്ലിൻ നമ്മുടെ വജൈനയുടെ ഭാഗത്തുനിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കപ്പെടുന്നില്ല. അപ്പോൾ ഇത് നമ്മുടെ വജൈനയിൽ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വജൈനയിലുള്ള മൃദുവായിട്ടുള്ള ചർമ്മങ്ങൾ, അവിടെ ആവശ്യത്തിന് സുഷിരങ്ങളും മറ്റും വളരാൻ സുഷിരങ്ങളും നമുക്ക് അടഞ്ഞു പോകുന്നതിന് കാരണമാകും. തന്മൂലം നമുക്ക് ചിലപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാകാം, പിന്നെ പ്രഗ്നൻസി അതിന് ലോസ് ആയി പോകാം, സ്പേംസ് നശിച്ചു പോകാം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് ഈ വാസ്ലിൻ ഒന്നും ഉപയോഗിക്കരുതെന്നാണ് ഡോക്ടേഴ്സ് പറയപ്പെടുന്നത്. എന്നാൽ വെളിച്ചെണ്ണയിൽ ഉപയോഗിക്കുമ്പോഴത്തേക്കും വെളിച്ചെണ്ണയിൽ ധാരാളം ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ വജൈനൽ ആവശ്യത്തിനുള്ള ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് വേണ്ടതായിട്ടുള്ള നല്ല ബാക്ടീരിയകൾ കൂടി നശിപ്പിച്ച് കളയപ്പെടുന്നു. അപ്പോൾ അതുമൂലവും നമ്മുടെ വജൈനയുടെ ടെക്സ്ചർ എല്ലാം നഷ്ടപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുന്നത് നമ്മുടെ ലുബ്രിക്കൻസ് ആയിട്ട് വാസ്ലിനും വെളിച്ചെണ്ണയും തുടങ്ങിയൊന്നും ഉപയോഗിക്കരുതെന്നാണ് ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുന്നത്. എന്നാൽ ഇതിന് പകരം വാട്ടർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ലുബ്രിക്കൻസ് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. അതും ഒരു ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരമാണ് ഉപയോഗിക്കാവുന്നത്. നിങ്ങൾ ലുബ്രിക്കൻസ് ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ അത് ഒഴിവാക്കുന്നതിന് നാച്ചുറലായിട്ട് റെമഡീസ് നോക്കുക. ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഫോർപ്ലേ ചെയ്യുക, പിന്നെ ധാരാളം വെള്ളം കുടിക്കുക, പിന്നെ നമ്മുടെ ശരീരത്തിൽ സ്ത്രീ ഹോർമോൺ ഈസ്ട്രജൻ്റെ അളവ് കൂടുമ്പോഴാണ് ഇത്തരത്തിലുള്ള മ്യൂക്കസ് എല്ലാം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഈസ്ട്രജൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും സംഭവിക്കുക. അപ്പോൾ ഈസ്ട്രജൻ കൂടുന്നതിന് ആവശ്യമായിട്ടുള്ള നാച്ചുറലായിട്ട് ഫുഡ്സ്, ഫ്ലാക്സ് സീഡ്, മത്തൻ കുരു തുടങ്ങിയവ ധാരാളമായിട്ട് കഴിക്കാം. പിന്നെ അവക്കാഡോ, കിവി, ഇതും ബെനിഫിഷ്യലാണ്. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എന്നിട്ടും നിങ്ങൾക്ക് യാതൊരു ഗുണം കിട്ടുന്നില്ലെങ്കിൽ ഡോക്ടറെ കണ്ട് നിങ്ങൾക്ക് സ്പേം ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ലൂബ്രിക്കൻസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്.
അപ്പോൾ പ്രഗ്നൻസിക്ക് തടസ്സമാകുന്നതല്ല. പ്രഗ്നൻ്റ് ആകാൻ ശ്രമിക്കുന്നവർ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ഓരോന്ന് ചെയ്യുന്നതിന്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഉടനടി ഒരു ഡോക്ടറെ കണ്ട് പരിഹാരം തേടേണ്ടതാണ്. അല്ലെങ്കിൽ നാച്ചുറൽ റെമഡീസ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതിന് പകരം ലൂബ്രിക്കൻസ് മേടിച്ച് നമുക്ക് ശരീരത്തിന് ദോഷകരമായി ഒന്നും ചെയ്യരുത്. ചിലപ്പോൾ ഈസ്റ്റ് ഇൻഫെക്ഷൻ എല്ലാം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.